ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകൻ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. അണക്കര ഗവൺമെന്റ് സ്കൂൾ അധ്യാപകൻ ശിവകുമാറിനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. മർദ്ദനമേറ്റ വിദ്യാർത്ഥി വണ്ടൻമേട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. സംഭവത്തിൽ വണ്ടൻമേട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇന്നലെ ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ സ്കൂളിൽ വെച്ച് മർദ്ദനം നടന്നതായാണ് കുട്ടി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ക്ലാസ്സിൽ വെച്ച് തന്നെ കളിയാക്കിയതിൽ പ്രകോപിതനായ അധ്യാപകൻ കുട്ടിയെ മർദ്ദിച്ചു എന്നാണ് വിവരം. ചൂരൽ കൊണ്ട് കാലിലും ശരീരത്തും അടിക്കുകയും മുട്ടിൽ നിർത്തി കാലിൽ ചവിട്ടുകയും ചെയ്തതായി മാതാപിതാക്കൾ പറഞ്ഞു. ഈ വിവരം കുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്റെ കെട്ടിയവേ വയ്യാത്തതാ. ഞാൻ 2 കുഞ്ഞുങ്ങൾ വെച്ച് ഞാൻ ജീവിക്കുന്നത്. അവർക്ക് ഒരു ഷർട്ട് കൂടെ എടുക്കാൻ എനിക്ക് നൂറ്റില്ലാതെ നിൽക്കുക. വീട്ടിൽ വന്നിട്ട് മൂച്ചി മുട്ടിട്ട് വിളുന്നു. എന്നാന്ന് ചോദിച്ചപ്പോ സാർ ഇങ്ങനെ തള്ളിയമ്മേ എന്ന് പറഞ്ഞു. അപ്പുറം ഞാൻ പുത്തിരിക്ക് വിളിച്ചോണ്ട് ഓടി വന്നു. എന്റെ കൊച്ചിനെ ഒരു ഭയങ്കര ഊതരിച്ച് അടിച്ച് ചെവിക്കലൊക്കെ പൊട്ടിച്ച് ഭയങ്കര അവന് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു വരുന്നതാ. പനിയുള്ള ചെറുക്കാണ്. ഇങ്ങനെയൊക്കെ പറ്റുമോ? സ്കൂളിൽ പറയാൻ പറ്റുമോ? ഏതെങ്കിലും ആയിപ്പോയാൽ എന്നാ ചെയ്യണം സാറേ? ആളാ നമ്മൾ ഫോണെ വിളിച്ചില്ല. 3 മണിയാകുമ്പോൾ ഈ സംഭവം നടന്നു. എൻ്റെ ഭാര്യയ്ക്ക് 3:25 വിളിച്ചതാണ്. തന്നെ ക്ലാസ് സാറൊക്കെ വിളിച്ച് പറഞ്ഞ് ശിവകുമാർ സാറ് മുട്ടുകുത്തി എൻ്റെ കൊച്ചിനെ തല്ലി കാല് മേളിൽ കയറി ചവിട്ടുക. ഈ ചെവിക്കലൊക്കെ ഇങ്ങനെ എവിടെയൊക്കെ അടിച്ച് ഈ മണ്ടയൊക്കെ അടിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാവോ? സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയ കുട്ടി അവശനായി കാണപ്പെട്ടതിനെ തുടർന്നാണ് ജോലിക്ക് പോയി തിരികെ എത്തിയ മാതാവും പിതാവും ചേർന്ന് പുറ്റിടി ഗവൺമെന്റ് ആശുപത്രിയിൽ കുട്ടിയെ എത്തിച്ചത്. മെഡിക്കൽ ഓഫീസർ വിവരം അറിയിച്ചതനുസരിച്ച് വണ്ടൻമേട് പോലീസ് കേസെടുത്തു. രാത്രി കുട്ടിയുടെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ അധ്യാപകരുടെയും കുട്ടിയുടെ സഹപാഠികളുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. എന്നാൽ ക്രൂരമായ രീതിയിൽ മർദ്ദിച്ചു എന്ന ആരോപണം അധ്യാപകൻ നിഷേധിച്ചു. കുസൃതി കാട്ടിയതിന് ചൂരൽ കൊണ്ട് കാലിൽ തല്ലുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നും ഇദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അണക്കര.